ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 ശമൂവേൽ 12-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 11-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച, തൻ്റെ പടയാളികളിൽ ഒരാളായിരുന്ന ഊരിയാവിൻ്റെ ഭാര്യയെ ബേർശേബയെ തന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഊരിയാവിനെ ഹീനമായി പടക്കളത്തിൽ അയച്ച് കൊല്ലിച്ചതായ കാര്യമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ തെറ്റ് അവനോട് നേരിട്ട് ചെന്ന് പറയുന്നതായ കാര്യമാണ്. പഴയ നിയമകാലത്തെ രാജാക്കന്മാരുടെ മുമ്പിൽ പോയി സംസാരിക്കുന്നത് പോലും എല്ലാവർക്കും ഭയമാണ്. എന്നാൽ രാജാവിൻ്റെ കുറ്റം മുഖത്ത് നോക്കി പറയാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രവാചക ദൗത്യം. പ്രവാചകൻ എന്ന വാക്കിന് തന്നെ സുറിയാനിൽ നബി ഇ എന്നാണ് പറയുക. നബി ഇ എന്ന് പറഞ്ഞാൽ ദോസ് ഹൂ സ്പീക്ക് ക്ലിയർലി എന്നർത്ഥം, വ്യക്തമായി സംസാരിക്കുന്നു. തെറ്റായും ശരിയായും പറയാനുള്ള ധൈര്യം കാണിക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. നാഥാൻ പ്രവാചകൻ അങ്ങനെ ദാവീദിൻ്റെ അവനിൽ വന്നതായ കുറവുകൾ യഥാർത്ഥമായി അവന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ആടിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. ഒരു ധനവാനായ മനുഷ്യൻ ധാരാളമായ ആടുകൾ അവനുണ്ട്. എന്നാൽ ദരിദ്രനായ ഒരു മനുഷ്യൻ ഒരു പെണ്ണാട്ടിൻകുട്ടി മാത്രം. അവൻ്റെ ഈ ധനവാന്റെ ഭവനത്തിൽ വിരുന്നുകാരൻ വന്നപ്പോൾ തൻ്റെ ആടുകൾ ഒന്നിനെ പിടിച്ച് ഭക്ഷണം നൽകാതെ ദരിദ്രൻ്റെ ഏകയാടിനെ കൊണ്ടുവന്ന് അവനറുത്ത് തൻ്റെ വീട്ടിൽ വന്ന അതിഥിക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞു. ഇത് കേട്ട ദാവീദ് കോപിക്കുകയാണ്. ദാവീദ് പറഞ്ഞു, ദൈവനാമത്തിൽ ഞാൻ പറയുന്നു, അവൻ മരിക്കണം. അവൻ 4 ഇരട്ടി അവന് പകരം കൊടുക്കുകയും വേണം. ഇപ്പോൾ ദാവീദിൻ്റെ രാജാവിലെ ആ നീതിബോധം ഇവിടെ ഉണരുകയാണ്. അപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അവിടെ തകർന്നു പോകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ദാവീദിനെ പോലെ നമ്മുടെ പാപം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ പാപം കാണുമ്പോൾ അതിനെതിരെ കോപിക്കുകയും ശാസിക്കുകയും അസ്വസ്ഥരാകുകയും ചെയ്യാറുണ്ട്. അതേ പാപം നമ്മുടെ ഹൃദയത്തിലും നമ്മൾ പ്രവൃത്തിപരമായി ചെയ്തില്ലെങ്കിലും നമ്മുടെ മനസ്സിലും നിലനിൽക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ളതായ കുറവുകൾ നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. ന്യായപ്രമാണപ്രകാരം ആടിനെ മോഷ്ടിക്കുന്നവൻ മരിക്കണമെന്നെങ്ങും പറയുന്നില്ല. അതിനിരട്ടി അവന് പകരം കൊടുത്താൽ മതി. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ഇവിടെ ദാവീദ് പറയുന്നവൻ മരിക്കണമെന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ്. അതിൽ 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുന്നു. മാത്രമല്ല അവൻ 4 മടങ്ങ് അവൻ ഇത് തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇതായിരുന്നു സക്കായി ചെയ്തത്. കർത്താവ് അവൻ്റെ ഭവനത്തിൽ ഭവനത്തിൽ ചെന്നപ്പോൾ അവൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധ്യമായപ്പോൾ, ഞാൻ അവിഹിതമായി വാങ്ങിച്ചത് 4 ഇരട്ടി നൽകാമെന്ന് സക്കായി പറഞ്ഞത് നമ്മൾ ഓർക്കുക. എന്നിട്ട് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നു, നീ അധർമ്മം ചെയ്തതുകൊണ്ട് നിൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. നീ വാളാൽ ഊരിയാവ് മരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുകൊണ്ട് നിൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒരിക്കലും ഒഴിയുകയില്ല എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവും പറഞ്ഞു, നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നമ്മൾ അധർമ്മം ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ നന്മ ചെയ്താലും അപ്രകാരം തന്നെയാണ്. ദാവീദ് നാഥാൻ പ്രവാചകൻ പറഞ്ഞത് ദാവീദിൻ്റെ ജീവിതത്തിൽ പിന്നെ സംഭവിക്കുന്നുണ്ട്. ദാവീദ് ജീവിച്ചിരിക്കെ അവൻ്റെ 4 പുത്രന്മാർ മരിച്ചു പോകുന്നതും പിന്നെ നമ്മൾ കാണും. ഒന്ന്, ഈ ബേർശേബയിൽ ജനിച്ചതായ കുഞ്ഞു മരിക്കും. അതുകൂടാതെ അബ്നോൻ, അബ്ശാലോം, അദോനിയ ഇവരൊക്കെ പിന്നീട്
ദാവീദ് ജീവിച്ചിരിക്കുന്നത് മരിക്കുന്നത് നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മൾ മറ്റുള്ളവരെ ഇത് വിധിക്കാതെ അവരോട് കരുണയുള്ളവരായിരിക്കുകയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. എന്നാൽ പിന്നീട് അവൻ്റെ കുറ്റബോധം വന്നപ്പോൾ ദാവീദ് ഇവിടെ അനുദപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കാരണം ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയമുള്ള മനുഷ്യനാണെന്ന് നമുക്കറിയാം. മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും അങ്ങനെ സംഭവിച്ചു പോയെങ്കിലും തൻ്റെ തെറ്റ് കാണിച്ചവനോട് കോപിക്കാതെ, അല്ലെങ്കിൽ താൻ ചെയ്തതായ കുറ്റം ചൂണ്ടിക്കാണിച്ചവനോട് കോപിക്കാതെ അത് ഏറ്റെടുക്കുകയാണ്. എന്നാൽ ശൗലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു, ശൗൽ അങ്ങനെ തൻ്റെ കുറ്റങ്ങളൊന്നും ഏറ്റെടുക്കാതെ ശൗൽ പറഞ്ഞത് 1 ശമൂവേൽ 15:30 നമ്മൾ വായിക്കുന്നുണ്ട്. എന്നെ മാനിക്കുക, മറ്റുള്ളവർ എൻ്റെ പാപം അറിയരുത്. അത് മറച്ചു വെക്കാനുള്ള ശ്രമം ശൗലിൻ്റെ ജീവിതത്തിലുണ്ടായി. ദാവീദോ യഥാർത്ഥത്തിൽ പശ്ചാത്തപിച്ച് 51-ാം സങ്കീർത്തനം എഴുതുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് 51-ാം സങ്കീർത്തനം എഴുതപ്പെട്ടത്. ദാവീദ് സങ്കീർത്തനം എഴുതി ലോകത്തെ മുഴുവൻ തൻ്റെ കുറവുകൾ അവിടെ അറിയിക്കുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റ് ദൈവത്തോട് ചെയ്ത തെറ്റാണ്. അവൻ വാസ്തവത്തിൽ മനുഷ്യനോടാണ് ചെയ്തത്, പക്ഷേ ദൈവത്തോട് ചെയ്ത തെറ്റായി ദാവീദ് ഇവിടെ കാണുകയും ഏറ്റുപറയുകയും ചെയ്യുകയാണ്. നമ്മളും പരസ്പരം ഒക്കെ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റ് ആത്യന്തികമായി വേദനിപ്പിക്കുന്നത് ദൈവത്തെയാണെന്ന് നമ്മൾ അറിയുക. കാരണം ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിന് വേണ്ടി ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ അയച്ചിരിക്കുകയാണ്, നമ്മളെ ഓരോരുത്തരെയും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് വേദനിപ്പിക്കുന്നതെന്ന സത്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. ദാവീദോട് വളരെ വ്യക്തമായി പറയാൻ ദൈവത്തോട് പാപം ചെയ്തു. ഈ ഒരു മനോഭാവം നമുക്കെപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇതിൽ പറയുന്നു, നിൻ്റെ ആത്മാവിനെ ദൈവമേ എൻ്റെ ഉള്ളിൽ നിന്ന് നീ എടുത്തു കളയരുത്. എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എനിക്ക് ലഭിക്കാതെ പോയതാണ് ഇതിന് കാരണം. പ്രിയമുള്ളവരെ, നമുക്കറിയാം പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് താൽക്കാലികമായി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില ആളുകൾ വന്ന് പ്രവർത്തിച്ചതേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ അതേ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളെ ഭൂമിയിൽ വഴി നടത്തും. സ്ത്രീകന്മാരുടെ മേൽ പെന്തിക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവശ്യിച്ച് ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവിലാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ കുറ്റബോധം തന്നിട്ടും പാപബോധം തന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുക എന്നുള്ളത് എത്രയോ കഠിനമായ പാപമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ആത്മീയനല്ലാതിരിക്കുക, ഇവിടെ ദാവീദ് നമ്മൾ കാണുന്ന മറ്റൊരു ഗുണം, താനൊരു ആത്മീയനല്ലാതിരിക്കുക ആത്മീയനാണെന്ന് അദ്ദേഹം ഒരിക്കലും ഇവിടെ നടിക്കുന്നില്ല. തൻ്റെ കുറവുകൾ എന്തെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി പശ്ചാത്തപിക്കാനുള്ളൊരു മനോഭാവത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, നാം എത്ര വലിയവരാണെങ്കിലും ഏത് ഉന്നത സ്ഥാനത്തിരുന്നാലും നമ്മുടെ കുറവുകളും തെറ്റുകളും ബോധ്യമാകുമ്പോൾ അത് ഏറ്റുപറയാനും പശ്ചാത്തപിക്കുവാനും ദൈവസന്നിധിയിൽ വീക്ഷിക്കാനുമുള്ള മനോഭാവം നമുക്കുണ്ടാവണം. പിന്നീട് ഇതിൻ്റെ പരിണതഫലം താപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ ഈ ബെർശബ ജനിച്ച കുഞ്ഞ് രോഗബാധിതനാവുകയും ദാവീദ് അതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും എന്നാൽ ആ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് വന്ന് വീണ്ടും അദ്ദേഹം വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ച് പറഞ്ഞു, ഇനിയും ആ കുഞ്ഞിങ്ങോട്ട് വന്ന് എന്നെ കാണില്ല, ഞാൻ അങ്ങോട്ട് ചെന്ന് അവനെ കാണുകയുള്ളൂ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ പഴയ നിയമകാലത്ത് ദാവീദിൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അവനെ കാണുമെന്ന് പറയാനുള്ള മരണാനന്തര ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യാശയും ദാവീദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഭൂമി പാപം ചെയ്യാൻ അവസരവും പൈശാചിക പ്രലോഭനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലൊക്കെ നമ്മളിലും ഒക്കെ കുറവുകൾ സംഭവിക്കാം. എന്നാൽ പഴയ നിയമകാലത്തേക്കാൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നമുക്കുണ്ട്. നമുക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവാണെന്ന് ശ്രീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ആ പരിശുദ്ധാത്മാവിന് വിധേയമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് ഇടയായിട്ട് തീരണം. ദാവീദിൻ്റെ ജീവിത അനുഭവം നമുക്കൊരു പാഠമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.